42 വർഷങ്ങൾക്ക് ശേഷം സുകുമാരക്കുറുപ്പിനെ കണ്ടെത്തിയെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നലെ മുതൽ ഒരുപാട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും മെയിൻ സ്ട്രീം വാർത്താ ചാനലുകളും ഒത്തിരി വാർത്തകളാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. 1984 ജനുവരി 21 തീയതിയാണ് സുകുമാരക്കുറുപ്പ് ചാക്കോ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഇൻഷുറൻസ് തട്ടിപ്പിന് വേണ്ടി കൊലപാതകം ചെയ്തതായിട്ടും ഈ ഒരു കേസ് മാവേലിക്കര പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കര സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥർ ഈ ഒരു കേസിനെ ബന്ധപ്പെട്ടുകൊണ്ട് ഒത്തിരി പ്രാവശ്യം അന്വേഷണം നടത്തി. കേരളത്തിന് പുറത്തും രാജ്യത്തിന് പുറത്തും ഒരുപാട് പ്രാവശ്യം സഞ്ചരിച്ചുകൊണ്ട് ഈ ഒരു കേസിനെ ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പോലീസിലെ ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകളും ഈ ഒരു കേസ് ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഈ ഒരു അവസരത്തിൽ 42 വർഷങ്ങൾക്ക് ശേഷം 2026 വീണ്ടും ഈ ഒരു കേസ് റീഓപ്പൺ ചെയ്യാനായിട്ട് പോലീസ് തീരുമാനിച്ചിരിക്കുകയാണ്. അത് ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ചധികം വ്യക്തികളെ ഇപ്പൊ ചോദ്യം ചെയ്തിട്ടുണ്ട്. ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയയിൽ ഒത്തിരി സജീവമായിട്ട് കാണുന്നൊരു വാർത്തയാണ്. ഈ പറയുന്ന സുകുമാരക്കുറുപ്പിനെ കണ്ടതായിട്ട് ഒരു നേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു നേഴ്സിനെ പോലീസ് ചോദ്യം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വാർത്തയുടെ സത്യാവസ്ഥ എന്താണെന്നോ അല്ലെങ്കിൽ ഈ ഒരു വാർത്ത എത്രത്തോളം സത്യമാണെന്നോ ഏതാണ് ആ നേഴ്സ് എന്നോ എവിടെ വെച്ചാണ് സുകുമാരക്കുറുപ്പിനെ കണ്ടതെന്നോ ഇതുവരെ യാതൊരു അറിവും നമുക്ക് കിട്ടിയിട്ടില്ല. ഇത്തരത്തിലൊരു വാർത്ത ഇന്നലെ രാത്രി ഇപ്പൊ ഒരുപാട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ഈ പറയുന്ന മനോരമ ന്യൂസ് ഉൾപ്പെടെ വരുന്ന മെയിൻ സ്ട്രീം വാർത്താ ചാനലുകളിലും ഇന്നലെ മുതൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരു കേസ് റീഓപ്പൺ ചെയ്ത സമയത്ത് ഒരു നേഴ്സ് സുകുമാരക്കുറുപ്പിനെ കണ്ടതായിട്ട് ഒരു ന്യൂസ് വ്യാപിച്ചിരുന്നു. ഈ ഒരു നേഴ്സിനെ തന്നെയാണ് ഇപ്പോഴും പോലീസ് ചോദ്യം ചെയ്തതെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. 42 വർഷങ്ങൾക്ക് ശേഷം സുകുമാരക്കുറുപ്പിനെ കണ്ടെത്താനല്ല കേരള പോലീസ് ഈ ഒരു കേസ് ഇപ്പോൾ റീഓപ്പൺ ചെയ്തിരിക്കുന്നത്. കേരള പോലീസിന്റെ സർവീസ് ഹിസ്റ്ററി തന്നെ വരുന്ന 42 വർഷത്തെ നാണക്കേട് ഒഴിവാക്കാനായിട്ട് എങ്ങോട്ടാണ് സുകുമാരക്കുറുപ്പ് പലായനം ചെയ്തത് എന്നറിയാൻ വേണ്ടി തന്നെയാണ്. ഈ ഒരു സമയത്ത് സുകുമാരക്കുറുപ്പ് ജീവനോട് ഇരിപ്പുണ്ടെങ്കിൽ ഏകദേശം 80 വയസ്സോളം അദ്ദേഹത്തിന് പ്രായമുണ്ടാവും. ഈ പറയുന്ന പോലെ ഇയാളിപ്പോ ജീവനോട് ഇരിപ്പുണ്ടെങ്കിൽ തന്നെ കേരളത്തിലെ ഈ പറയുന്ന സുകുമാരക്കുറുപ്പിനെ ബന്ധപ്പെട്ട് വരുന്ന വാർത്തകളൊക്കെ കൃത്യമായിട്ട് കാണുന്നുണ്ടാവും. ഇനിയിപ്പോ സുകുമാരക്കുറുപ്പിനെ കണ്ടെത്താൻ പറ്റുമെന്നുള്ള യാതൊരു പ്രതീക്ഷയും കേരള പോലീസിനില്ല. ഈ പറയുന്നത് പോലെ എങ്ങോട്ടാണ് ഇയാൾ പലായനം ചെയ്തു പോയത്? കേരളത്തിൽ നിന്ന് ഭോപ്പാലിലേക്ക് പോയതായിട്ടാണ് ആദ്യത്തെ ഒരു ന്യൂസ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇനി കേരളം വിട്ടുപോയോ അല്ലെങ്കിൽ രാജ്യം തന്നെ വിട്ട് എവിടെയെങ്കിലും ഇപ്പോഴും ജീവനോട് ഇരിപ്പുണ്ടോ എന്നുള്ള കാര്യം കൃത്യമായിട്ട് അറിവിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് കേരള പോലീസ് ഈ ഒരു കേസ് വീണ്ടും റീഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഈ ഒരു കേസിന്റെ റീഓപ്പണിങ്ങിന് ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഒത്തിരി നെഗറ്റീവ് കമന്റ്സ് ആണ് കേരള പോലീസിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇനി എന്തിന്റെ ആവശ്യത്തിനാണ് കേരള പോലീസ് വെറുതെ ജനങ്ങളുടെ പൈസ കളയാൻ വേണ്ടി ഇനിയും ഈ ഒരു കേസ് റീഓപ്പൺ ചെയ്ത് അന്വേഷിക്കാനായിട്ട് പോകുന്നതെന്ന്. എന്തുണ്ടെങ്കിൽ തന്നെ ഈ ഒരു കേസ് റീഓപ്പൺ ചെയ്യാനായിട്ടുള്ള തീരുമാനം ഏകദേശം എത്തിയിട്ടുണ്ട്. ഈ പറയുന്ന പോലെ കേസിന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കുമെന്ന് ഇനി മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ കണ്ടറിയാനായിട്ട് സാധിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ജനങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക്